ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിച്ച് പേൾ സ്റ്റോക്സ്. നമുക്കിന്ന് ഡോറിയ കോട്ടയിൽ വരുന്ന അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റ്സ് ആണ്. എല്ലാം നല്ല വെറൈറ്റീസ് ആണ് കേട്ടോ. ഡോറിയ കോട്ടയിൽ വരുന്ന നമുക്കറിയാലോ. ഞാൻ ഈ ഒരു ദുപ്പട്ടയൊക്കെ ഈ ഡോറിയ കോട്ടയിൽ വരുന്ന ഇതാണ്. ഡോറിയ കോട്ട എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നെറ്റ് കോട്ടയല്ല. അത് കൺഫ്യൂഷൻ വരരുത്. യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഡോറിയ കോട്ട എന്ന് പറയുന്നത് ഒരു വാഷ് കഴിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആണ്. ശരിക്കും നമ്മുടെ കോട്ടൺ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് ഈ ഡോറിയ കോട്ട. അപ്പോ നമുക്ക് ഈ ഇൻഡിഗോ ബ്ലൂ സെറ്റും അതുപോലെ കോട്ടണിൽ വരുന്ന പ്രിന്റുകളൊക്കെ നമുക്ക് ഡോറിയ കോട്ടയിലും അവൈലബിൾ ആയിട്ട് വരാറുണ്ട്. ഇപ്പൊ കുറെ നാളായിട്ട് നമുക്കിത് അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ്സ് ആണ്. വേഗം തന്നെ കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ഡോറിയ കോട്ട വരുന്നത് ടോപ്പും ദുപ്പട്ടയുമാണ്. ബോട്ടം വരുന്നത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇതില് ഇങ്ങനെ ടോപ്പ് പോർഷൻ വരുമ്പോ ഇങ്ങനെ നെറ്റ് കോട്ട പോലെയാണ് കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻ കാണില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. അതായത് ടോപ്പ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണം. ഏറ്റവും നല്ലത് കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. അതായത് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡില് ചെറിയ ചെറിയ വൈറ്റ് പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിലിങ്ങനെ ത്രൂ ഔട്ട് ഈ പ്രിന്റുകളാണ്. ഈ ഒരു പോർഷനിൽ ബോർഡർ വരുന്നുണ്ട്. ബോർഡർ വെച്ച് നമുക്ക് നന്നായി സ്റ്റൈൽ ചെയ്യാൻ പറ്റും. കോളേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഡബിൾ നെക്ക് പോലെയൊക്കെ കൊടുത്ത് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ബോർഡേഴ്സ് ത്രൂ ഔട്ട് വരുന്നുണ്ട് കേട്ടോ. 2.5 മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട്. അതില് ദുപ്പട്ട വരുന്നത് ഈ ഡോറിയ കോട്ട തന്നെയാണ്. അതില് നമുക്ക് ഈ ചന്തേരിയിലൊക്കെ വരുന്ന പോലെ ഗോൾഡൻ ബോർഡേഴ്സ് വരുന്നുണ്ട്. 2.5 മീറ്റേഴ്സ് തന്നെ ലെങ്ത് വരുന്നുണ്ട്. ഇത് നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് യൂസ് ചെയ്യാൻ ഡെയിലി യൂസിനൊക്കെ നല്ലതാണ്. നമുക്ക് കോട്ടൺ കോട്ടയാണ് ഈ ഡോറിയ കോട്ട എന്ന് പറയുന്നത്. ഫസ്റ്റ് വാഷ് കഴിയുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയി നന്നായി ഒതുങ്ങി പഞ്ഞി പോലെ യൂസ് ചെയ്യാൻ ഒതുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്. ഇതില് ബോട്ടം പീസ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ്. ബോട്ടം നന്നായി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവര് കോട്ടൺ ഫാബ്രിക് ആണ് കൊടുക്കുന്നത്. അതിലും ഇങ്ങനെ ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ബോട്ടവും 2.4 മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട്. അപ്പൊ ചിലവര് ഡ്യുവൽ പർപ്പസ് പോലെ ഇതും ടോപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ഓവറോൾ വ്യൂ വരുന്നത്. ഡോറിയ കോട്ട സെറ്റിന് പ്രൈസ് ചെയ്യുന്നത് 1790. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ്. ലാവൻഡർ ഷെയ്ഡ് പ്ലസ് ബ്ലൂ ആണ് കേട്ടോ ഡോറിയ കോട്ടയിൽ വരുന്ന കളർ കോമ്പിനേഷൻ. ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. ഇത് നിഴലടിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കളർ കിട്ടില്ല. ഒരു ലാവൻഡർ ഷെയ്ഡില് ബ്ലൂ കോമ്പിനേഷൻ ആണ് ത്രൂ ഔട്ട് വരുന്നത്. അതില് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നമ്മള് ഈ ഒരു ബോട്ടത്തിന്റെ പീസിൽ വരുന്ന ആ സ്ട്രൈപ്സ് തന്നെയാണ് കേട്ടോ. അതില് ഇങ്ങനെ നമ്മുടെ ടോപ്പിൽ വരുന്ന കോമ്പിനേഷനും കൂടെ വരുന്ന ഡോറിയ കോട്ട ഫാബ്രിക് ആണ്. ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണില് ഇങ്ങനെ സ്ട്രൈപ്ഡ് ഫാബ്രിക് ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ. നിങ്ങൾ ഈ ഒരു സെറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു സെറ്റ് നിങ്ങൾ വാങ്ങിക്കുക. നല്ല കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാനായിട്ട്. 2.5 മീറ്റേഴ്സ് ലെങ്ത് ടോപ്പും ദുപ്പട്ടയും വരുന്നുണ്ട്. 2.4 മീറ്റേഴ്സ് ബോട്ടം പീസും വരുന്നുണ്ട് കേട്ടോ. പ്രൈസ് ചെയ്യുന്നത് 1790. നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു ക്രീം ബേസിലാണ്. ക്രീം ഒരു ചന്ദന കളർ എന്നൊക്കെ പറയാം. ചന്ദന കളറിൽ മെറൂൺ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു ക്ലാസ് സെറ്റ് ആണ് കേട്ടോ. ഇതിലും ടോപ്പ് പ്ലസ് ദുപ്പട്ടയാണ് ഈ ഒരു ഡോറിയ കോട്ട വരുന്നത്. ബോട്ടം പീസ് വരുന്നത് കോട്ടൺ ആണ്. ഒരു ചന്ദന കളർ സാൻഡൽവുഡ് ഷെയ്ഡ് എന്നൊക്കെ പറയാം. ഇങ്ങനെയാണ് ഇങ്ങനെ കട്ടിയിൽ പിടിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഒരു മാംഗോ ഡിസൈൻ പോലെയാണ് ഇതിൽ വരുന്നത്. ഒരു ഇഷ്ടിക കളറാണ് ഇതിൽ ഡിസൈൻസ് വരുന്നത് കേട്ടോ. അതില് ബോർഡേഴ്സ് വരുന്നത് ഇങ്ങനെ ഈ ഒരു മെറൂൺ ഡിസൈൻ ആണ് ബോർഡേഴ്സ് വരുന്നത്. അപ്പൊ നമുക്ക് കോളേഴ്സോ അല്ലെങ്കിൽ നമുക്ക് സ്ലീവിന്റെ എൻഡിലൊക്കെ ഈ ഒരു ബോർഡർ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് നമുക്ക് ഒറ്റയ്ക്ക് പിടിക്കുമ്പോൾ ഡിസൈൻസ് കിട്ടില്ല. നിങ്ങൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതില് ദുപ്പട്ട വരുന്നതും നല്ലൊരു ഡിസൈനാണ്. നമുക്ക് ബോട്ടത്തിന്റെ ഡിസൈനിൽ വരുന്ന ആ ഒരു ഡിസൈനാണ്. ത്രൂ ഔട്ട് ഗോൾഡൻ ബോർഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡിസൈനും ക്ലബ് ചെയ്തിട്ടാണ് വരുന്നത്. ബോട്ടം പ്യുവർ കോട്ടൺ ആണ്. അതിലും ഈ ഒരു മെറൂൺ ഷെയ്ഡില് ബ്രിക്ക് ഷെയ്ഡിൽ വരുന്ന ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ സെറ്റ് ആണ്. പ്രൈസ് ചെയ്യുന്നത് 1790. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ സെറ്റ് ആണ്. ഇതില് ടോപ്പ് വരുന്നത് ഡോറിയ കോട്ട ഇങ്ങനെ ഒരു ഡിസൈൻ കേട്ടോ. എടുത്ത് കാണിക്കുന്നില്ല. എടുത്ത് കാണിക്കുമ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റി പോവാണ്. ബ്ലൂ ആണ് ബേസ് വരുന്നത്. അതിലിങ്ങനെ ചെറിയൊരു ഫ്ലവർ ഡിസൈൻ പോലെയാണ് കേട്ടോ വരുന്നത്. ദുപ്പട്ടയും നല്ലൊരു സീ ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ്. സീ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ്. അതില് ഈ ഒരു പോർഷൻ വരുമ്പോ നമ്മുടെ ടോപ്പിന്റെ ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ. ത്രൂ ഔട്ട് ആ ഒരു ഗോൾഡൻ ബോർഡേഴ്സ് വരുന്നുണ്ട്.
ഇതില് ബോട്ടം പീസിൽ വരുന്ന ആ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വരുന്നത് കേട്ടോ. ബോട്ടം പ്യുവർ കോട്ടൺ ആണ്, നല്ല കോട്ടൺ ആണ്, കോട്ടൺ കോട്ട സെറ്റുകളാണ് കേട്ടോ. നമുക്ക് ഈസി ടു വെയർ ആണ്, അതുപോലെ തന്നെ ഈസി ടു വാഷ് ആണ്. നല്ല നമുക്ക് ഉപയോഗിച്ചാൽ അറിയാം, നന്നായിട്ട് എന്താ പറയാ ലോങ് ലാസ്റ്റിംഗും ആണ്, നല്ല സെറ്റാണ്. പ്രൈസ് ചെയ്യുന്നത് 1790. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് ഓറഞ്ച് ഷെയ്ഡ് ആണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആണ്, നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു കളർ കോമ്പിനേഷൻ. ഒരു റെയർ ഗ്രീൻ, ഒരു ഒലിവ് ഗ്രീൻ പ്ലസ് പാരറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് ഇതിൽ പ്രിന്റുകൾ വരുന്നത്. ദൂര്യകോട്ട ആയതുകൊണ്ട് ഞാൻ എടുത്തു കാണിക്കുന്നില്ല, എടുത്തു കാണിക്കുമ്പോൾ അതിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതില് ഇങ്ങനെ ഓറഞ്ച് കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ. ദൂര്യകോട്ട തന്നെയാണ് ടോപ്പും ദുപ്പട്ടയും വരുന്നത് കേട്ടോ. ടോപ്പും 2.5 മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട്, ദുപ്പട്ടയും 2.5 മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട്. ബോട്ടം പ്യുവർ കോട്ടൺ ആണ്, കോട്ടണില് പ്രിന്റ് വരുന്ന ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ബോട്ടം ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഓവറോൾ വ്യൂ വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 1790. നെക്സ്റ്റ് നല്ലൊരു പ്ലസന്റ് ഷെയ്ഡ് ആണ്, ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിൽ വരുന്ന സെറ്റ് കേട്ടോ. ഇതുപോലെ തന്നെ യെല്ലോ ബേസ് ആണ് ബോഡി വരുന്നത്. യെല്ലോ ബേസില് ഗ്രീൻ ആൻഡ് ഒരു ലൈറ്റ് ഓറഞ്ച് ഒക്കെ വരുന്ന ഒരു കളർ കോമ്പിനേഷനിൽ ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത് കേട്ടോ. ദുപ്പട്ട വരുന്നത് ഈ ബോട്ടത്തിൽ വരുന്ന ഈ ഒരു ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയിൽ വരുന്ന ഡിസൈൻ, തദോറിയ കോട്ടയിൽ വരുന്ന ഡിസൈൻ. അത് കഴിഞ്ഞ് ദുപ്പട്ടയിൽ ലോവർ പോർഷനിൽ ഈ ബോഡിയിൽ വരുന്ന ഡിസൈൻ തന്നെയാണ് വരുന്നത്. 2.5 മീറ്റേഴ്സ് ലെങ്ത് വരുന്ന ദുപ്പട്ടയാണ്. ബോട്ടം പീസ് വരുന്നത് പ്യുവർ കോട്ടണിൽ ഇങ്ങനെ സ്ട്രൈപ്ഡ് പാറ്റേൺ ആണ് കേട്ടോ. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 1790. നെക്സ്റ്റ് വരുന്നത് ലാവൻഡർ പ്ലസ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സെറ്റ് ആണ്. ഇതില് ലാവൻഡർ ആണ് ബോഡി ബേസ് വരുന്നത്. അതിലിങ്ങനെ ഒരു സീ ഗ്രീൻ പോലത്തെ ഫ്ലവേഴ്സ് കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അതില് കോമ്പിനേഷൻ വരുന്നത് ദുപ്പട്ട ബ്ലൂ ഷെയ്ഡ് ആണ്. നമുക്ക് ബോട്ടത്തിൽ വരുന്ന അതേ പ്രിന്റ് തന്നെയാണ് ദുപ്പട്ടയിലും വരുന്നത്. ലോവർ പോർഷനിൽ വരുമ്പോ ബോഡിയിൽ വരുന്ന ആ ഡിസൈൻസ് ആണ് കേട്ടോ. നന്നായിട്ട് ചേർന്ന് കിടക്കുന്ന, അങ്ങനെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഫാബ്രിക് ആണ്. നമുക്ക് സുഖമാണ് യൂസ് ചെയ്യാനായിട്ട്, വാഷ് ചെയ്യാനും ഡ്രൈ ആവാനും ഒക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബോട്ടം വരുന്നത് കോട്ടൺ ആണ് കേട്ടോ. 2.4 മീറ്റേഴ്സ് വരുന്നുണ്ട് ബോട്ടം പീസ്. പ്രൈസ് ചെയ്യുന്നത് 1790. ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സെറ്റ് ആണ് കേട്ടോ. ഡാർക്ക് ഒലിവ് ഗ്രീൻ പ്ലസ് ലൈറ്റ് ഒലിവ് ഗ്രീൻ കോമ്പിനേഷൻ ആണ്. ബോഡി ഡാർക്ക് ഒലിവ് ഗ്രീനിൽ വരുന്ന ഒരു നല്ലൊരു ഡിസൈൻ, ട്രീ ഡിസൈൻസ് ആണ് വരുന്നത്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് ആണ് കേട്ടോ. ദുപ്പട്ട ഇങ്ങനെ ലൈറ്റ് ആണ് കേട്ടോ, ലൈറ്റ് ഷെയ്ഡ് കോമ്പിനേഷൻ ആണ്. അതില് ഇങ്ങനെ ഗോൾഡൻ ബോർഡേഴ്സ് വരുന്നുണ്ട്. ബോട്ടം വരുന്നത് ഈ ഒരു ബാട്ടിക് പ്രിന്റോട് കൂടിയിട്ടുള്ള ബോർഡേഴ്സും വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ സെറ്റ് ആണ്. ഇങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 1790. ഇന്ത്യൻ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC കൊറിയർ സർവീസ് വഴിയായിട്ടാണ് നമ്മൾ പാഴ്സൽസ് ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്നുള്ളവര് ഇന്ത്യൻ പോസ്റ്റ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. DTDC കൊറിയർ സർവീസ് നമുക്ക് ചിലപ്പോഴാണ് ഹോം ഡെലിവറി അവർ കൊണ്ടുവന്ന് തരുള്ളൂ. അടുത്ത DTDC ഓഫീസിന് ഒരു അറൌണ്ട് 2 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ മാത്രമാണ് ഹോം ഡെലിവറി പോസിബിൾ ആയിരിക്കുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഡയറക്റ്റ് വരേണ്ടവർക്ക് നമുക്ക് ഇവിടെ തൃശ്ശൂരാണ് ഷോപ്പ് വരുന്നത്. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ കഴിഞ്ഞ് പുത്തൂർക്ക് പോകുന്ന റോഡിലേക്ക് തിരിയുമ്പോൾ 7th ഡേ സ്കൂൾ കാണും. സ്കൂളിന്റെ ഓപ്പോസിറ്റ് എരവത്തില എന്ന് പറയുന്ന ഒരു പോക്കറ്റ് റോഡ് വരുന്നുണ്ട്. അവിടേക്ക് തിരിഞ്ഞ് കഷ്ടി ഒരു 1/2 കിലോമീറ്റർ അകത്തോട്ട് വരണം കേട്ടോ. ELRA 44 ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വേണമെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ മതി. വാട്സ്ആപ്പ് നമ്പറിൽ വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക, കാരണം മെസ്സേജസ് വരുന്നത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ ഇൻ ബിറ്റ്വീൻ 10 AM to 6 PM ആണ് നമ്മുടെ വർക്കിംഗ് ടൈം. അതിന്റെ ഉള്ളിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എൻക്വയറീസ് ഒക്കെ അതിനുള്ള ആൻസേഴ്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ കളക്ഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.